ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ +2 ഫെയർവെല്ലാണ്. അപ്പോൾ ഫെയർവെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അതുമല്ല, ഇത് നമ്മളെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഫെയർവെല്ലാണ്. ഈ ഫെയർവെല്ലിൻ്റെ പ്രിപ്പറേഷനും കാര്യമെല്ലാം ഞാൻ കുറേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവരെല്ലാം ഒന്ന് പോയിട്ട് കാണണേ, ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ രാവിലെ തന്നെ കടപ്പുറം പോയിട്ടുണ്ടായിന്, അതും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ട് ഞാൻ രാവിലെ ഒരുങ്ങുന്ന വീഡിയോയിൽ എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. അതും പറ്റിയില്ല, തിരക്കായി ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ കടപ്പുറത്തുനിന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നേ. പിന്നെ സ്കൂളിലെത്തിയിട്ടാകുമ്പോൾ ആടെയും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറെല്ലാം ഉണ്ടായിന്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോയെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിന്. പിന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിന് സാരിയെല്ലാം എടുത്തിട്ട്. പിന്നെ പോയിട്ട് കുറച്ച് ലൈം സോഡ കുടിച്ചിട്ട് വീണ്ടും സ്കൂളിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിന്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഓളെ വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പം ഞാനിങ്ങനെ ചില കോപ്രായെല്ലാം കൊടുത്തതാണ്, വെറുതെ ആക്കിയത്. പിന്നെ ഉച്ചയായിട്ടുണ്ടായിന്. അന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോയി. ഫുഡ് ബിരിയാണി ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായത്. നല്ല ഫുഡ് തന്നെയാണ് ഉണ്ടായത്, നമ്മളെ ക്യാൻറ്റീനത്തെ ഫുഡാണ് കേട്ടോ. ഇതെല്ലാം എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. അപ്പം നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഫുഡ് കൊടുത്തിട്ടുണ്ടായിന്. നമ്മളെ വക ഒരു പാർട്ടി എന്ന രീതിയിൽ നല്ല വിശപ്പുണ്ടായിന് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ട് തിരക്കിൽ വന്നതാണ്. ഇത് മല്ലിക ടീച്ചർ നമുക്ക് വിളമ്പി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നീവുവിൻ്റെ വീഡിയോ എടുത്തു. ഇത് ഇട്ടാൽ തന്നെ ഉറപ്പെന്നെ മിക്കവാറും തല്ലിക്കൊല്ലും, പക്ഷെ സാറിലൊക്കെ ഇടക്കിട്ട് എല്ലാം വേണ്ടേ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ മുകളിൽ ഹോളിലാണ് പരിപാടി നടക്കുന്നത്. അപ്പം ഏതുവരെ ആയി കാര്യങ്ങൾ ഡെക്കറേഷനെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. നല്ല ഭംഗി ഉണ്ടായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. പോളറോയിഡ്സും നമ്മളെ മെമ്മറീസ്, 2 years ഉണ്ടായ മെമ്മറീസ് എല്ലാം പോളറോയിഡ്സ് ആയിട്ടും അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിന്. പിന്നെ ലൈറ്റ്സും DJ ലൈറ്റും എല്ലാം ഉണ്ടായിന്. നല്ല ഗ്രാൻഡ് പരിപാടി പോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ കുറേ ബോയ്സും ടീച്ചേഴ്സെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ടായിന്. ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ മാഷിമാരെല്ലാം നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി, എല്ലാവരും ഹോളിലേക്ക് കയറേണ്ട സമയമായി. അന്നേരം നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്തായി ഫിനിഷിങ് കാര്യമെല്ലാം എങ്ങനെയാണ് ഹോളില്ലതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ എടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിച്ചതാണ് ഞാൻ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നൈസായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കയറേണ്ട ടൈം ആയിട്ടുണ്ടായിന്. അപ്പോൾ കയറിയിട്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയായി. കാണാൻ നല്ല ഭംഗിയുണ്ടായിന്. നമ്മൾ ഓരോ മെമ്മറീസുമാണ് ആ തൂക്കിയിട്ടിട്ടുണ്ടായത്. അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്ന് പറയുമ്പം എന്തോ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമാണ്. പിന്നെ നമുക്ക് പ്രിൻസിപ്പൽ സാറ് എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുമല്ല, നമ്മൾ +2 കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ടുള്ള ആശംസകളെല്ലാം നീ പറയുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ടീച്ചേഴ്സ് ഓരോരാളെ വിളിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ എനക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മതിയാവുന്നുണ്ടായിട്ടാ. ഇതെല്ലാം ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളൊരു കാര്യമല്ലേ. അപ്പം ഞാൻ മാക്സിമം എല്ലാം എടുത്തിട്ടുണ്ടായിന്. ഈ വാക്കെല്ലാം വായിക്കുമ്പോൾ ഭയങ്കര മനസ്സിൽ തട്ടുന്നുണ്ടായിന് കേട്ടോ. എന്താ വെച്ചാൽ +2 എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കലല്ലേ. പക്ഷേ ഇത് കഴിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവല്ലേ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് നമ്മളെ സ്കൂൾ ലൈഫ് എന്ന്. അപ്പോൾ ഇതെല്ലാം നാളെ ഒരു കാലത്ത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഒരിക്കലും ഈ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം മെമ്മറീസും ഞാൻ എൻ്റെ ഫോണിൽ കഴിയുന്ന രീതിയിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിന്. ഏത് നമ്മളെ ക്ലാസ് മാഷാണ്, ക്ലാസ് മാഷർക്ക് അബ്ദുറഹ്മാനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായത്. പിന്നെ അബ്ദുറഹ്മാനും അവന്തികയും കൂടിയിട്ടാണ് ഗിഫ്റ്റ് എടുക്കുന്നുണ്ടായത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടി പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചു. എല്ലാവരെയും വിളിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് ഉണ്ടായത്. എല്ലാവർക്കും പേരെല്ലാം വിളിച്ചിട്ടാണ് വിളിക്കുന്നുണ്ടായത്. കിട്ടിയ ചാൻസ് മുതലെടുത്തതോ എന്നൊരു സംശയമുണ്ട്, ഇല്ലാതില്ല. അപ്പോൾ ഇത് ജ്യോതി ടീച്ചർ കൊമേഴ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന്. അവരിത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല മിക്കവാറും. അപ്പോൾ നമുക്ക് ഹാപ്പിയായി അവരുടെ സന്തോഷം കാണുമ്പോൾ. സ്റ്റേജിലോട്ട് കറക്റ്റ് ലൈറ്റ് കിട്ടുന്നുണ്ടായിട്ട് അതെന്താ വെച്ചാൽ അടുത്ത ലൈറ്റ് ഇങ്ങനെ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ടല്ലേ എടുക്കുന്നത്. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ നേരെ ലൈറ്റ് ക്ലിയർ ഉണ്ടായിട്ടാ. പിന്നെ മുമ്പിലെല്ലാം ഭയങ്കര ആളാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആടെ തന്നെ വീഡിയോ അഡ്ജസ്റ്റ് ആക്കി എടുത്തു.
പിന്നെ ഇത് നമ്മളെ സന്തോഷം മാഷ്, നമ്മളെ ക്ലാസ് മാഷാണ്. മാഷ് നമ്മളെ ബാച്ചിനെ പറ്റിയിട്ടും 2 വർഷത്തെ എക്സ്പീരിയൻസും നമ്മളെ പഠിപ്പിച്ചതിൻ്റെയും എല്ലാം കാര്യമെല്ലാം പറയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് എല്ലാ ടീച്ചേഴ്സും ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. നിത്യക്കാണെങ്കിൽ നാണക്കേടായിട്ട് ഉള്ളറിയുന്ന എൻ്റെ വീഡിയോ എടുക്കല്ല അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിടുമോ? പിന്നെ ഇത് അരുണ ടീച്ചറാണ് കൊമേഴ്സിലെ. അപ്പോൾ ടീച്ചർ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതപ്പെടുത്തിയിരുന്നു കേട്ടോ. ടീച്ചർ ഇത്ര പാടുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിട്ടാ. പക്ഷെ നല്ല സൗണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ടീച്ചർ പാട്ട് പാടുന്നത് കേട്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസിലെ എല്ലാവരും നമ്മളെ എക്സ്പീരിയൻസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്, എനിക്കാണെങ്കിലും ഒന്നും പറയേണ്ടത് ഒന്നും കിട്ടുന്നുണ്ടായിട്ടാ. അപ്പം ഞാൻ എന്തെങ്കിലും ബഗിടെല്ലാം പറയുന്നത്, അതുകൊണ്ടാണ് ഞാനത് ഓൺ വോയിസ് കൊടുക്കുന്നത്. അത് ഞാൻ കേൾക്കേണ്ട നാളെക്കിടാവുന്നു ഞാൻ എന്തെല്ലാം പറയുന്നത് ആലോചിച്ചിട്ട്. പക്ഷെ എല്ലാം പറഞ്ഞത് നമുക്ക് മനസ്സിൽ കൊണ്ടിട്ടാണെങ്കിൽ പക്ഷെ പറഞ്ഞു വരുമ്പോൾ അത് ബഗിടാവും. അതാണ് ഒരു ഇത്. പിന്നെ നല്ല പേരില്ല രാജ്യത്തെ ആ പാട്ട് വെച്ചിട്ട് ബോയ്സ് എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഒന്നിച്ച് പാടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മി നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്, വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അതിന് അപ്പുറത്തെ വീഡിയോഗ്രാഫർ എല്ലാവരെയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായി. അതുകൊണ്ട് പിന്നെ അവർ പാടുന്നതിൻ്റെ അനുസരിച്ച് നമ്മയും ഇപ്പുറത്തുനിന്ന് നമ്മയും ഏറ്റു പാടുന്നുണ്ട്. ആ പാട്ട് ഭയങ്കര ഒരു ഫീലിംഗ് തരുന്ന ഒരു പാട്ടാണല്ലേ. പിന്നെ നമ്മൾ ഡാൻസ് പഠിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായില്ല. ഇത് എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോഴത്തേക്ക് ഈ ലൈറ്റ് കൊണ്ട് ഒന്നും നേരെ കാണുന്നുമില്ല. പിന്നെ എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഓരോ ലൈറ്റ് വരുമ്പോൾ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ സോഫി ടീച്ചർ വന്നിട്ട് നമ്മളോട് പിന്നെ ഡാൻസ് പഠിക്കുക, ഡാൻസ് കളിക്കുക എന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ടീച്ചേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നീ പറയുന്നുണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ യൂട്യൂബ് ചാനലിലിടും ടീച്ചറെ എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കാകെ നാണക്കേടായിട്ട് പിന്നെ വീഡിയോ എടുക്കും. പിന്നെ ഇവർ ഡാൻസ് കളിക്കാൻ കയറിയതാണ് സ്മോക്ക് ഇട്ടു. പിന്നെ ഒന്നും അവർ കളിക്കുന്നൊന്നും നമ്മ വേണ്ടിയിട്ട് പാട്ട് മാത്രമേ കേട്ടിട്ടു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ ഒന്നും നോക്കിയിട്ട് ആ പാട്ട് വെച്ച് ഒരേ തുള്ളല്. പിന്നെ എൻജോയ് ചെയ്യാന്ന് ഫുള്ള് എങ്ങനെയാണെന്ന് കളിച്ചതൊന്നും അറിയില്ല. ഫുള്ള് ലൈറ്റും കാര്യം. ശരിക്കും നമുക്ക് ടൂർ പോയാൽ DJ സെറ്റപ്പ് ഉണ്ടാവില്ലേ, അതേപോലെ ഒരു ഫീലാണ് ഉണ്ടായത്. എല്ലാവരും കൂടിയിട്ട് എൻജോയ് ആക്കിയ, ഭയങ്കരമായിട്ട് എൻജോയ് ആക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു. ആരൊന്നുമില്ല, ഒരേ തുള്ളൽ ആരും ഒന്നിച്ചതൊന്നുമില്ല. നമുക്ക് പാട്ട് കേട്ടാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. പിന്നെ കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം വന്നിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല പാങ്ങുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനെല്ലാം പറ്റി. പിന്നെ കുറേ നേരത്തെ തുള്ളലിനുള്ള ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് ലാസ്റ്റായിട്ട് ഒരിക്കൽ കൂടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് തന്നെയാണ്. ഇതാണ് എൻ്റെ മൊത്തം സ്കൂള്. അപ്പുറം VHS, ഇപ്പുറം ഹയർ സെക്കൻഡറി, അങ്ങനെയാണ്. പിന്നെ ഇത് അൻഷർ അവൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. അപ്പം എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മറക്കാനാവാത്തൊരു ഫെയർവെൽ തന്നെയായിരുന്നു. വിചാരിച്ചതിനപ്പുറം നല്ല കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ.